എലൈക്കെ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഈ സിനിമയുടെ മെസ്സേജ് എന്ന് പറയുന്നത് 2040 കഥ നടക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി ഒരുപാട് ഉപയോഗിച്ച് ടെക്നോളജിക്ക് അടിമയായിട്ടുള്ള മനുഷ്യന്മാർ, അവരുടെ പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ ഈ സിനിമ കണ്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൊബൈലും ആ മൊബൈൽ ഒരു ഇൻ്റർനെറ്റും വേണം. കാരണം ഈ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഇങ്ങനെ കിടന്ന് വലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കും, അല്ലെങ്കിൽ ട്വിറ്റർ നോക്കും. ആ രീതിയിലാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പടം ഉദ്ദേശിച്ചിരിക്കുന്ന മെസ്സേജ് ടെക്നോളജിയുടെ ആ ദൂഷ്യഫലങ്ങൾക്കെതിരെയായിട്ടുള്ളതാണ്. പക്ഷേ ഈ പടം കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മിനിമം 2 മൊബൈലെങ്കിലും വേണം. അത്ര ബോറായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിലെ അനിരുദ്ധിൻ്റെ കിഡിലനായിട്ടുള്ള പാട്ടുകൾ, പിന്നെ ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, പിന്നെ ഈ സിനിമയിലെ കോസ്റ്റ്യൂംസ്, പ്രത്യേകിച്ച് കൃതി ഷെട്ടിക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഗംഭീരമാണ്. അതുകൊണ്ട് കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാണ് സഹിക്കുക? SJSയുടെ കൂടെ ഒരു റോബോട്ടിക് പെണ്ണുണ്ട്. ആ പെണ്ണിനെ കുറേ നേരം കണ്ടിരുന്ന് സമയം കളയാന്നല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞ് ഈ പടം ഒന്ന് തീർക്കുക എന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ലവ് ഇൻഷുറൻസ് കമ്പനി.